Okay, hi all, welcome to once. So today I am going to discuss the KTU question paper solution program for EET 204 electromagnetic theory. അതായത് ഇത് S4 ഇലക്ട്രിക്കലിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയാണ്. സോ ഇതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ബിടെക് ഡിഗ്രി S4 റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജൂൺ 2023 EET 204 ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. സോ നമുക്കറിയാം എൻഡ് സെമസ്റ്റർ പാറ്റേണിനകത്ത് പാർട്ട് എ പാർട്ട് ബി എന്നുള്ള 2 പാർട്സ് ഉണ്ട്. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് 3 മാർക്സും പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻസ് 14 മാർക്സുമാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ളത്. ടോട്ടൽ 20 മാർക്സ് ആണ് ഒരു മൊഡ്യൂളിലുള്ളത്. സോ ഇതിനകത്ത് സിലബസ് എന്ന് പറയുമ്പം ഇൻട്രൊഡക്ഷൻ ടു കോർഡിനേറ്റ് സിസ്റ്റം, കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ദ നെക്സ്റ്റ് വൺ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ, റെക്ടാങ്കുലർ ടു സിലിണ്ടറിക്കൽ, റെക്ടാങ്കുലർ ടു സ്പെറിക്കൽ, അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ ടു റെക്ടാങ്കുലർ ആൻഡ് സ്പെറിക്കൽ, സ്പെറിക്കൽ ടു റെക്ടാങ്കുലർ ആൻഡ് സിലിണ്ടറിക്കൽ ആണ് കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ വരിക. നെക്സ്റ്റ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഗ്രേഡിയന്റ്. സോ ഹൗ ടു കാൽക്കുലേറ്റ് ദ ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ഫീൽഡ്, ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ്, കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ്. സോ ഗ്രേഡിയന്റ്, ഡൈവേർജൻസ് ആൻഡ് കേൾ. ദ നെക്സ്റ്റ് വൺ ഇൻ ദ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻസ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡൈവേർജൻസ് തിയറം ആൻഡ് സ്റ്റോക്സ് തിയറം. സോ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 1 ഇലക്ട്രിക്കൽ EET 204 സിലബസിലുള്ള ടോപ്പിക്കുകൾ. സോ ഇതിനകത്ത് പാർട്ട് എയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ കാൽക്കുലേറ്റ് ദ ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ഫീൽഡ്. സോ വി ഗിവൺ സ്കെയിലാർ ഫീൽഡ് ഒരു വെക്ടർ ഗിവൺ v is equal to 4x(z)² plus 3y(z) at coordinates are given 1 1 1. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ചെക്ക് വെദർ ദ വെക്ടർ ഫീൽഡ് A is equal to 2z rho sin phi a rho plus rho z cos phi a phi plus rho square sin phi a z is irrotational. സോ ഇറോട്ടേഷണൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ആ മൊഡ്യൂളിൽ നിന്ന് തന്നെ ഗ്രേഡിയൻറ്റും വന്നു, ഇറോട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കേളും വന്നു. ഗ്രേഡിയന്റ്, ഡൈവേർജൻസ്, കേൾ ആണ് 3 പാരാമീറ്റേഴ്സ് പഠിക്കുന്നത്. അത് ഗ്രേഡിയന്റ്, കേൾ അവിടെ തന്നെ വന്നു. സോ നെക്സ്റ്റ് വൺ ട്രാൻസ്ഫോംസ് ദ വെക്ടർ ഇൻറ്റു സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സോ നമുക്ക് ഒരു വെക്ടർ ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ അതിനെ സ്പെറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദ നെക്സ്റ്റ് വൺ അതിന്റെ ബി പാർട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ വെരിഫൈ ഡൈവേർജൻസ് തിയറം. Divergence theorem for the vector field A is equal to rho square z a rho plus 3 rho z sin phi a phi plus rho a z. So vector is given, then in the region bounded by cylinder, ആ സിലിണ്ടറിന്റെ കോർഡിനേറ്റ്സിന്റെ വാല്യൂ വേരി ചെയ്യുന്നത് തന്നിട്ടുണ്ട്. 0 less than or equal to rho less than or equal to 3, phi is varies from 0 to 2 pi and z is varies from 0 to 4. സോ ഇതിനകത്ത് ചോദിച്ചേക്കുന്ന ഇവിടെ കോർഡിനേറ്റ് കൺവേർഷൻ വന്നു, ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യാൻ വന്നു. സോ നെക്സ്റ്റ് വൺ 12 വേയിൽ ചോദിച്ചേക്കുന്നത് പോയിന്റ് P ഇൻ ദ സ്പേസ് ഈസ് ഗിവൺ ബൈ, ഒരു പോയിന്റ് P തന്നിട്ടുണ്ട് 247 എന്നുള്ളത്. 247 എന്ന് പറയുന്നത് നമുക്ക് XYZ കോർഡിനേറ്റ്സ് ആണ്. അതായത് ദാറ്റ് ഈസ് ഇൻ ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഓർ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ കോർഡിനേറ്റ്സ് ഫോർ P. സോ സെയിം P നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. മീൻസ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള P-യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. Then I need the last question, verify Stokes theorem. Verify Stokes theorem for the vector field F is equal to x square y(ax) minus y(ay) over the contour formed by rectangle. So ഇവിടെ rectangle with rectangle 4 corners തന്നിട്ടുണ്ട്. 0 0 0 2 0 0 2 1 0 0 1 0. സോ ഇത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ സിലബസിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ, calculate the gradient of a scalar field V is equal to 4x(z)² plus 3yz at 1 1 1. So gradient എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് V തന്നിട്ടുണ്ട്. What is the value of V? V is equal to 4x(z)² plus 3yz. So we need to find the gradient at the point 1 1 1. Okay. So നമുക്കറിയാം ഗ്രേഡിയന്റിന്റെ എക്സ്പ്രഷൻ, ഗ്രേഡിയന്റ് del V, what is del? Del is equal to I into dou by dou x plus J into dou by dou y plus K into dou by dou z into what is how to represent the vector V? V is equal to I into Vx plus J into Vy plus Z into Vz. So multiplying ഇത് multiply ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dou v by dou x plus I into dou v by dou x plus
So the vector Vx plus Vy plus Vz. So vector തന്നിരിക്കുന്നത് Vx plus Vy plus Vz. So I into dou V by dou x plus J into dou V by dou y plus K into dou V by dou z. So ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്? del V is equal to dou V by dou x into I plus dou V by dou y into J plus dou V by dou z into K. So dou V by dou x. Dou V by dou x എന്ന് പറയുന്നത് എന്താണ്? The partial derivative with respect to x. അതായത് V with respect to x. So dou by dou x of, that is dou V by dou x is equal to dou by dou x of, what is V? V is equal to 4x z square plus 3yz. So ഇതിന് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് ടേമിനകത്ത് z square is a constant and 4x ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് is 4 plus second term is 0. So നമുക്ക് എന്താ കിട്ടുന്നത്? 4z square. So dou V by dou x is equal to 4z square. Similarly dou V by dou y. So dou V by dou y is equal to dou by dou y of V. V is equal to 4x z square plus 3yz. So again we are partially derivating with respect to y. So first term il y term illathonde 0 and second term 3z is a constant and y ide derivative is 1. So dou V by dou y is equal to 3z. So next one is dou V by dou z. So dou V by dou z is dou by dou z of V, partially derivative with respect to V, that is equal to dou by dou z of 4x z square plus 3yz. So first term 4x is the constant, then dou by dou z of z square is 2z. Derivative of z square is 2z. Then 3y is constant and derivative with respect to z is 1. So the answer is 8xz plus 3y. So the answer is 8xz plus 3y. So നമ്മൾ എന്ത് കിട്ടി? dou V by dou x ഉം dou V by dou y ഉം dou V by dou z ഉം നമുക്ക് കിട്ടി. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, കാൽക്കുലേറ്റ് ദ ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് അറ്റ് 1 1 1. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് 1 1 1 1 1 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 4 into z square 4 into 1 square plus 3 into 1 into j plus 8 into x ന്റെ വാല്യൂ 1, y യുടെ വാല്യൂ 1, z വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. So finally the del V is equal to 4i plus 3j plus 11k. So the 3 mark question ആണ്. ഇതാണ് gradient f. The gradient of a scalar field V is equal to 4x z square plus 3yz at 1 1 1 is del V is equal to 4i plus 3j plus 11k. So നമ്മൾ അതിനകത്ത് ഗ്രേഡ് വി del V കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് 2 മാർക്കും പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1 മാർക്കും. സോ ഇങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത്. So next question is, check whether the vector field A is equal to 2z rho sin phi a rho plus rho z cos phi a phi plus rho square sin phi a z is irrotational. So നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന ഗിവൺ വെക്ടർ ഇറോട്ടേഷണൽ ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. സോ വി നോ ദാറ്റ്, നമുക്കറിയാം ഇറോട്ടേഷണൽ എന്ന് പറയുന്നത് എന്താണ്? സോ കണ്ടീഷൻ ഈസ് ഇറോട്ടേഷണൽ ഈസ് del cross A is equal to 0 ആണെങ്കിൽ the vector is said to be എന്താണ്? ഇറോട്ടേഷണൽ. അതായത് del cross A 0 ആണെങ്കിൽ വെക്ടർ ഇറോട്ടേഷണൽ ആണ്. സോ ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? 2z rho sin phi. അതായത് തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ് ആർ rho phi z. The points are rho phi z and coordinates are a rho a phi a z. So the given vector in the form of a സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ് തന്നിരിക്കുന്ന വെക്ടർ. അതായത് നമുക്ക് ഇറോട്ടേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിന്റെ ഡെൽ ക്രോസ് എ ഇസ് ഈക്വൽ ടു 0 നമ്മൾ പ്രൂവ് ചെയ്യണം. സോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡെൽ ക്രോസ് എ ഇസ് ഈക്വൽ ടു 1 by rho rho a phi a z dou by dou phi and dou by dou z a rho a phi a z. സോ ഇതാണ് ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഡെൽ ക്രോസ് എ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. സോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഡെൽ ക്രോസ് എയുടെ ഫോർമുലക്കകത്തേക്ക് നമുക്കറിയാം വെക്ടർ ഈ സെറ്റ് ടു ബി ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? എ റോ ഇൻറ്റു എ റോ പ്ലസ്
A5 into A5 plus AZ into AZ. So ഇതിനകത്ത് നമുക്ക് A rho calculate ചെയ്യാം. What is the value of A rho? So A rho is equal to 2Z rho sin phi. A rho is equal to 2Z rho sin phi, and A5 is equal to rho Z cos phi, and AZ is equal to rho square sin phi. So നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തു നിന്ന് വെക്ടർ A is equal to A rho plus A5 plus AZ ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? A rho, what is the value of A rho, A5 and AZ? So ഇതെന്ന് പറഞ്ഞാൽ A rho, ഇത് A5 and AZ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത ശേഷം നമ്മൾ ഡെൽ ക്രോസ് എയുടെ മെട്രിക്സ് എടുക്കുക. മെട്രിക്സ് എടുത്തതിന് ശേഷം A rho, rho A5, AZ, ഡോ ബൈ ഡോ റോ, ഡോ ബൈ ഡോ ഫൈ, ഡോ ബൈ ഡോ Z. Then substitute the values of A rho, A5 and AZ. Okay. So നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഡെൽ ക്രോസ് എ ഈസ് ഇക്വൽ ടു 1 ബൈ റോ എ റോ ഡോ റോ എ റോ എ ഇസഡ് ഡോ ബൈ ഡോ റോ ഡോ ബൈ ഡോ ഫൈ ഡോ ബൈ ഡോ ഇസഡ്. സോ എ റോ റോ എ ഫൈ ആൻഡ് എ ഇസഡ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ റോയുടെ വാല്യൂ എന്താണ്? 2Z റോ സൈൻ ഫൈ and rho into A5. A5 is rho Z cos phi. So rho into AZ rho Z cos phi is rho square Z cos phi. Then AZ is rho square sin phi. ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് മെട്രിക്സിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് വൺ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്? സോ ഫസ്റ്റ് വൺ ഈസ് A rho into ഡോ ബൈ ഡോ ഫൈ ഓഫ് ദിസ് വൺ ഡോ ബൈ ഡോ ഫൈ ഓഫ് റോ സ്ക്വയർ സൈൻ ഫൈ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് റോ സ്ക്വയർ ഇസഡ് കോസ് ഫൈ. ഇതാണ് ഫസ്റ്റ് വൺ. ദെൻ മൈനസ് റോ A5 ഇൻറ്റു ഏതാണ്? ഡോ ബൈ ഡോ റോ ഓഫ് റോ സ്ക്വയർ സൈൻ ഫൈ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 2 റോ ഇസഡ് സൈൻ ഫൈ. ദെൻ ലാസ്റ്റ് വൺ ഈസ് പ്ലസ് AZ ഇൻറ്റു ഡോ ബൈ ഡോ റോ ഓഫ് റോ സ്ക്വയർ ഇസഡ് കോസ് ഫൈ മൈനസ് ഡോ ബൈ ഡോ ഫൈ ഓഫ് 2 റോ ഇസഡ് സൈൻ ഫൈ. സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ അതിന്റെ ഇന്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഡോ ബൈ ഡോ ഫൈ ഓഫ് റോ സ്ക്വയർ സൈൻ ഫൈ. സോ സൈൻ ഫൈ റോ സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് ഈസ് കോസ് ഫൈ. Then minus ഡോ ബൈ ഡോ ഇസഡ് ഓഫ് റോ സ്ക്വയർ ഇസഡ് കോസ് ഫൈ. സോ ഇവിടെ റോ സ്ക്വയർ കോസ് ഫൈ ഇസ് കോൺസ്റ്റന്റ് and derivative of ഡോ ബൈ ഡോ ഇസഡ് is 1. Similarly rho A5 into ഡോ ബൈ ഡോ റോ of rho square sin phi minus ഡോ ബൈ ഡോ ഇസഡ് of 2 rho z sin phi. So ഈ ടൈമിനകത്ത് sin phi is constant, rho square derivative is 2 rho. Then ഡോ ബൈ ഡോ ഇസഡ് of rho sin phi is constant, z derivative is 1. Then ഡോ ബൈ ഡോ റോ of rho square z cos phi. So ഇവിടെ എന്ന് പറഞ്ഞാൽ z cos phi is constant, rho square derivative കാൽക്കുലേറ്റ് ചെയ്യുക. ഡോ ബൈ ഡോ ഫൈ of 2z rho sin phi. So ഇതിനകത്ത് 2 rho z constant, then ഡോ ബൈ ഡോ ഫൈ ഓഫ് സൈൻ ഫൈ. സോ നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് റോ സ്ക്വയർ കോസ് ഫൈ മൈനസ് റോ സ്ക്വയർ കോസ് ഫൈ മൈനസ് റോ ഇൻറ്റു 2 റോ സൈൻ ഫൈ മൈനസ് 2 റോ സൈൻ ഫൈ ഇൻറ്റു A5. ഇവിടെ A റോ പ്ലസ് 2 റോ ഇസഡ് ഇൻറ്റു കോസ് ഫൈ മൈനസ് 2 റോ ഇസഡ് ഇൻറ്റു കോസ് ഫൈ. സോ നമുക്ക് എന്ത് കിട്ടി? 1 ബൈ റോ ഇൻറ്റു 0 പ്ലസ് 0 പ്ലസ് 0. സോ 1 ബൈ റോ ഇൻറ്റു 0 ഈസ് ഇക്വൽ ടു 0. So നമുക്ക് എന്ത് കിട്ടി? ഡെൽ ക്രോസ് എ ഈസ് ഇക്വൽ ടു 0. സോ ഡെൽ ക്രോസ് എ ഈസ് 0 സെറ്റ് ടു ബി ദ വെക്ടർ ഈസ് സെറ്റ് ടു ബി ഇറോട്ടേഷണൽ. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ പാർട്ട് ബിയിൽ ട്രാൻസ്ഫോം ദ വെക്ടർ ഇ ഈസ് ഈക്വൽ ടു ZAY ഇൻറ്റു സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സോ ഇ ഈസ് ഈക്വൽ ടു ZAY. സോ തന്നിരിക്കുന്നത് എന്താണ്? അപ്പം ഈ നമുക്ക് തന്നിരിക്കുന്നത് റെക്ടാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. റെക്ടാംഗുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെക്ടർ ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും? EX AX പ്ലസ് EY AY പ്ലസ് EZ AZ. സോ EZ AZ. സോ ഈ ഒരു ടൈമിനകത്ത് നമുക്ക് AY ടൈം മാത്രമേ തന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് EY ഈസ് ഈക്വൽ ടു Z. EY ഈസ് ഈക്വൽ ടു Z. സോ EY Z ഈസ് ഈക്വൽ ടു ടൈം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ് വേണ്ടത്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ദ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, ദ പോയിന്റ്സ് ആർ റെപ്രസെന്റഡ് ആസ് r, theta and phi. The points are r, theta, phi and the unit vectors are AR, A theta and A phi. AR, A theta and A phi. So AR, A theta, A phi. So in spherical coordinate system, the vector A is represented as എങ്ങനെ represent ചെയ്യാൻ പറ്റും? AR plus A theta plus A phi. Okay. So ഇതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് AR, A theta and A phi. So
So AR A theta A phi is equal to, and the matrix conversion is sin theta cos phi, sin theta sin phi cos theta cos phi cos theta sin phi minus sin phi cos phi 0. So ഈ മെട്രിക്സ് ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിക്കുക. ദെൻ നമുക്ക് ഏതാണ് തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ AX, AY ആൻഡ് AZ. സോ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് AXന്റെ ടൈം ഇവിടെ 0 ആണ്, AY ടൈം എന്ന് പറഞ്ഞാൽ Z ആണ്, AZ ടൈം എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ sin theta cos phi, sin theta sin phi cos theta cos phi sin phi minus sin sin phi cos phi 0 into value ഏതൊക്കെയാണ് 0 Z 0. So values are 0 Z 0. Okay. So ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ AX ആണ്, AX AY and AZ, AX AY and AZ. So നമുക്ക് തന്നിരിക്കുന്നത് AY is equal to 2 ആണ്, Z. So Z. So നമുക്ക് ഇതിന് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? So AR, how to get AR? ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്താണ്? AR A theta A phi, AR A theta A phi ആണ്. So AR is equal to cos theta cos phi sin theta sin phi cos theta into 0 plus sin theta cos phi sin theta sin phi cos theta into Z plus sin theta cos phi sin theta sin phi into 0. So ഇവിടെ നമുക്ക് എന്ത് കിട്ടിയപ്പം sin theta cos phi sin into 0 plus sin theta sin phi into Z. So what is AR ഇവിടെ? AR is equal to നമുക്ക് കിട്ടിയത് എന്താണ്? AR is equal to sin theta sin phi into Z. Sin theta sin phi into Z. AR is equal to sin theta sin phi into Z. And second one, A theta. So A theta എങ്ങനെ കിട്ടും? A theta is equal to cos theta cos phi into 0 plus cos theta sin phi into Z plus minus sin theta into 0. എന്ത് കിട്ടും ഇവിടെ? Plus cos theta. A theta is equal to cos theta sin phi into cos theta sin phi into Z. So A theta is equal to cos theta sin phi into Z. And A phi, what is A phi ഇവിടെ കിട്ടിയേക്കുന്നത്? A phi is equal to minus sin phi into 0 plus cos phi into Z plus 0. So A phi is equal to എന്ത് കിട്ടി നമുക്ക് ഇവിടെ? cos phi into Z. So AR A theta A phi, അതായത് നമ്മൾ ഇത് AR A theta A phi കറസ്പോണ്ടിങ് വാല്യൂസ് ആയിട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സോ ഈ റോ വിത്ത് ഈ കോളം, സെക്കൻഡ് റോ വിത്ത് കോളം ആൻഡ് സെക്കൻഡ് റോ തേർഡ് റോ വിത്ത് കോളം മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടി? AR is equal to sin theta sin phi into Z and A theta is equal to cos theta sin phi into Z plus A phi is equal to cos phi into Z. സോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ സ്പെറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എല്ലാ ടേമും സ്പെറിക്കലിന്റെ കോർഡിനേറ്റ്സ് അല്ലാത്ത റോ ഫൈ Z അല്ല ആർ തീറ്റ ഫൈ അല്ലാത്ത എല്ലാ കോർഡിനേറ്റ്സും എന്തിലേക്ക് മാറ്റണം? തിരിച്ച് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ ഇസഡിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യണം. സോ കോർഡിനേറ്റ് കൺവേർഷനകത്ത് A theta is equal to cos theta sin phi Z. So A theta cos theta sin phi AR sin theta sin phi Z. So AR is equal to sin theta sin phi Z and A phi is equal to cos phi into Z. So cos phi into Z. So vector, the rectangular coordinate system by x, y, z in terms of spherical coordinate system is x is equal to r sin theta cos phi. X is equal to r sin theta cos phi, y is equal to r sin theta sin phi and z is equal to r cos theta. So നമുക്കിവിടെ z മാത്രമേ ഉള്ളൂ, z is equal to r cos theta. So ഇതിനകത്തെല്ലാം എന്ത് ചെയ്യാം? ഈ z-ന്റെ ടേംസിനകത്ത് r cos theta വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. So AR is equal to sin theta sin phi into Z. Z is r cos theta. That is equal to r cos theta sin phi. So AR is equal to r cos theta sin phi. And second one is A theta. A theta എന്താണ്? sin theta sin phi into Z. Z is equal to r cos theta. Substitute ചെയ്യുക. So r into cos square theta sin phi A theta. So A theta is equal to r cos square theta sin phi A theta. So A theta നമുക്ക് ഇവിടെ കിട്ടി. A theta is equal to r cos square theta sin theta into A phi. ഇവിടെ AR. So next one is A phi. So A phi എന്താണ്? A phi is equal to cos phi into Z ആണ്. Cos phi into Z is r cos theta. That is r cos theta cos phi. So into AZ.
സോ എ ഈസ് ഈക്വൽ ടു ഫൈനലി നമുക്ക് എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു AR പ്ലസ് എ തീറ്റ പ്ലസ് എ ഫൈ. സോ എല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതുക. ആർ കോസ് തീറ്റ സൈൻ ഫൈ AR പ്ലസ് ആർ കോസ് സ്ക്വയർ തീറ്റ സൈൻ ഫൈ എ ഫൈ പ്ലസ് ആർ കോസ് തീറ്റ സൈൻ ഫൈ AZ. അതാണ് ദ ഗിവൺ വെക്ടർ ഇൻ ടേംസ് ഓഫ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, സോ അപ്പോൾ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കൺവേർട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഈ മെട്രിക്സ് ആദ്യം തന്നെ ബൈഹാർട്ട് ചെയ്യുക. മെട്രിക്സ് ബൈഹാർട്ട് ചെയ്തതിനു ശേഷം തന്നിരിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് y കോർഡിനേറ്റ്സ് മാത്രമുള്ളതുകൊണ്ട് നമ്മൾ ഇത് AX AY AZ ടേംസ്, അതായത് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നത് AX ഇൻറ്റു ക്യാപിറ്റൽ AX ഇൻറ്റു വെക്ടർ AX പ്ലസ് AY ഇൻറ്റു വെക്ടർ AY പ്ലസ് AZ ഇൻറ്റു വെക്ടർ AZ ആണ്. സോ AX AY AX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ XY Z എന്നുള്ള ഏതെങ്കിലും പോയിന്റ്സിനെ കറസ്പോണ്ടിങ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. X is equal to R sin theta cos phi, Y R sin theta sin phi, Z R cos theta. സോ കൺവേർട്ട് ചെയ്തതിനു ശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇതാണ് ദിസ് ഈസ് എ സൊല്യൂഷൻ ഫോർ 11A ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് വൺ ഈസ് ദ വെരിഫൈ ഡൈവേർജൻസ് തിയറം ഫോർ ദ വെക്ടർ ഫീൽഡ്. സോ ഇവിടെ തന്നെ എന്താണ്? ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യണം. സോ ഡൈവേർജൻസ് തിയറം അതിന് പറഞ്ഞിരിക്കണം. ദ വെരിഫൈ ഡൈവേർജൻസ് തിയറം ഫോർ ദ വെക്ടർ ഫീൽഡ് A is equal to rho square Z A rho plus 3 rho Z sin phi A phi plus rho AZ in the region bounded by the cylinder. Cylinderന്റെ value, cylinderന്റെ radius is rho is the radius of the cylinder that is varies between 0 to 3 and phi is an azimuthal angle that is varies from 0 to 2 pi and Z is a length that is varies from 0 to 4. സോ നമുക്കറിയാം ഇത് കേസ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്. സോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? A rho into A rho പ്ലസ് rho phi Z, A phi into A phi plus AZ into AZ. അതായത് നമുക്കറിയാം സിലിണ്ടറിന്റെ കോർഡിനേറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ് ആർ rho phi and Z. rho റേഡിയസ്, phi ആംഗിൾ, Z is the length. ഓക്കെ, സോ A rho പ്ലസ് ഇവിടെ നമുക്ക് A തന്നിട്ടുണ്ട്. വാട്ട് ഇസ് വാല്യൂ ഓഫ് A rho? സോ A rho is equal to rho square Z. സോ A phi is equal to 3 rho Z sin phi and AZ. So AZ is equal to rho. AZ is equal to rho. Then what is divergence theorem? എന്താണ് divergence theorem? Divergence theorem എന്ന് പറഞ്ഞാൽ total flux is equal to the volume integral of divergence of a vector. ടോട്ടൽ ഫ്ലക്സ്, അതായത് സർഫസ് ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ. ഡബിൾ ഇന്റഗ്രൽ A dot ds. ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓഫ് A dot ds ഇസ് ഈക്വൽ ടു ദ വോളിയം ഇന്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ. വോളിയം ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എ dv. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം പ്രൂവ് ചെയ്യണം. അതായത് ടോട്ടൽ ഫ്ലക്സ് A dot ds ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്ത് വോളിയം ഇന്റഗ്രൽ എടുക്കുന്നതിനോട് ഈക്വൽ ആണെങ്കിൽ എന്താണ്? നമുക്ക് ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡൈവേർജൻസ് തിയറം പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ നമുക്ക് ഡൈവേർജൻസ് തിയറം എന്താ അറിയാം? എന്താണ്? ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ ഓഫ് ഡൈവേർജൻസ്. സോ ഡബിൾ ഇന്റഗ്രൽ A dot ds ഇസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് എ. സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ടോട്ടൽ ഫ്ലക്സിന്റെ ഒരു സിലിണ്ടർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു സിലിണ്ടറിന്റെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലക്സ് അറ്റ് ദ ടോപ്പ് സർഫസ് കാണും, ഫ്ലക്സ് അറ്റ് ദ ബോട്ടം സർഫസ് കാണും, ദെൻ ഫ്ലക്സ് അറ്റ് ദ സൈഡ് സർഫസ്. സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ A dot ds എന്ന് പറഞ്ഞാൽ A dot ds അറ്റ് ദ ടോപ്പ് പ്ലസ് A dot ds അറ്റ് ദ സൈഡ് പ്ലസ് A dot ds അറ്റ് ദ ബോട്ടം. ഓക്കെ, സോ നമുക്ക് A is equal to rho square Z A rho plus 3 rho Z sin phi A phi plus rho Z. റോ വാല്യൂ വേരി ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഞാൻ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് LHS. സോ LHS എന്ന് പറയുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ A dot ds ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് അറ്റ് ദ ടോപ്പ് പ്ലസ് ഫ്ലക്സ് അറ്റ് ദ കർവ്ഡ് പ്ലസ് ഓർ സൈഡ് സർഫസ്, കർവ്ഡ് ഓർ സൈഡ് സർഫസ് പ്ലസ് ഫ്ലക്സ് അറ്റ് ദ ബോട്ടം സർഫസ്. Flux at the bottom surface. So flux is equal to integral A dot ds flux at the top, bottom plus side. So top surface nathu edana flux at the top nu parayumbol edana ivide ഇതാണ് നമ്മുടെ ഈ കോർഡിനേറ്റ്സ് ആണ് വരുന്നത്, Z കോർഡിനേറ്റ്സ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഏത് വരുന്നു? AZ കോർഡിനേറ്റ്. സോ Z കോർഡിനേറ്റിനകത്ത് AZ കോർഡിനേറ്റ് വരും. AZ കോർഡിനേറ്റ്സ് വരുമ്പോഴത്തേക്ക് അതിന്റെ DS ന്റെ വാല്യൂ ഏതാണ്? സോ ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ പഠിച്ചിരിക്കുക. ഓരോ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെയും, അതായത് ലൈൻ ഇന്റഗ്രൽ
റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഡി എസ് ഉണ്ട്. ദെൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഡി എസ് എന്ന് പറയുമ്പോൾ എന്തൊരു റോ ഡി റോ ഡി ഫൈവ് ഇൻറ്റു എ സെഡ് ഉണ്ട്. ദെൻ എറോ ആണെങ്കിൽ എന്താണ് ഡി ഫൈവ് ഡി സെഡ് ഇൻറ്റു എറോ. സോ അത് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന എ സെഡ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മുടെ ടോട്ടൽ ഡി എസ് ഇസിക്കൽ ടു എന്താണ് റോ ഡി ഫൈവ് ഇൻറ്റു എ സെഡ് ആണ്. സോ ഇസഡ് ഈസ് ഗിവൺ. ഇസഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇസഡ് ഈസ് ഈക്വൽ ടു 4. So flux at the top surface is equal to integral double integral a dot ds is equal to integral ds എന്താണ് vary ചെയ്യുന്നത് d rho and d phi. That is rho is from 0 to 3 and phi is equal to 0 to 2 pi rho into. So rho into എന്ത് കിട്ടും? rho d phi dz. So rho into rho is rho square d rho d phi d rho d phi. So rho square integrate ചെയ്യുമ്പോൾ എന്ത് കിട്ടും? rho cube by 3 and in the limit substitute ചെയ്ത് കൊടുക്കുക 0 to 3, that is into d phi. So d phi യുടെ ലിമിറ്റ് എന്താണ്? 5. So അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? So the answer is 18 pi. So 1 by 3 into 3 cube d phi. So 1 by 3 into 3 cube is 9 into d phi. So 9 into integral d phi. d phi is 5. Substitute the limit 0 to 2 pi. So the answer 9 into 2 pi is equal to 18 pi. So the flux at the top surface is equal to നമുക്ക് എന്ത് കിട്ടി? 18 pi. Similarly flux at the bottom surface. The bottom എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ ടോപ്പ് എന്ന് പറഞ്ഞാൽ along the a z direction ആണ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ along the minus a z direction തന്നെയാണ് അല്ലേ? Bottom is equal to minus a z direction. So flux at the bottom surface is what is the value of z? Z is equal to 0. Then ds is equal to rho d phi into a z എന്ന് പറയുമ്പോൾ ഏതാണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മൈനസ് a z direction. So flux at the bottom is equal to double integral a dot ds. So double integral a dot ds ഇവിടെയും ഏതാണ്? വേരി ചെയ്യുന്ന വാല്യൂസ് d rho and d phi. So rho is equal to 0 to 3 and phi is equal to 0 to 2 pi. Then rho into rho d phi into minus a z. സോ എന്ത് കിട്ടുന്നു നമുക്ക്? സോ മൈനസ് സൈൻ പുറത്തെടുക്കുന്നു. സോ റോ ക്യൂ ബൈ 3. സോ റോ ക്യൂ ബൈ 3 എന്ന് പറയുമ്പം 9 പൈ കിട്ടുന്നു. ഇൻറ്റു 5 നമ്മൾ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 5യുടെ എന്താണ്? ഇൻറ്റു d phi ഉണ്ട് ഇവിടെ. സോ 5 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 5 വിത്ത് റെസ്പെക്ട് ടു 0 to 2 pi. So 9 into 5 with respect to 0 to 2 pi. So the answer is minus 18 pi. So answer is minus 18 pi. So next word is flux at the side surface. So flux at the side surface, now the rho is varying. So rho vary in rho value is 3 and ds is equal to side ledana arrow ആണ് coordinate. So arrow coordinate വരുമ്പോൾ ഏതൊക്കെ വരും? arrow വരുമ്പോഴത്തേക്ക് dz and d phi. So rho dz and d phi. So ds is equal to എന്താണ്? rho dz into d phi. So flux at the side surface is equal to double integral a dot ds is equal to integral d phi and dz. Z is varies from 0 to 4. Integral z is equal to 0 to 4 and integral phi is equal to 0 to 2 pi. So rho into rho dz d phi. നമ്മുടെ ടേമിനകത്ത് ഏതാണ്? റോ സ്ക്വയർ ഇസഡ് ഇൻറ്റു എഫ് ഐ ടൈമിനകത്ത് വരുന്നത് ഏതാണ്? എഫ് ഐ ടൈം വരുന്നത് റോ സ്ക്വയർ ഇസഡ് ഇൻറ്റു റോ ഡി ഇസഡ് ഡി ഫൈ. സോ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. റോ സ്ക്വയറിൻ്റെ മൾട്ടിപ്ലൈ റോ ക്യൂബ് ഇസഡ് ഡി ഇസഡ് ഡി ഫൈ. സോ റോ ക്യൂബ് ഇൻറ്റു ഇസഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 to 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻ്റഗ്രൽ 5 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. 3 ക്യൂബ് ഇൻറ്റു 4 സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇവിടെ റോ വാല്യൂ 3 ആണ്. റോ ഇസിക്കൽ ടു 3. ദെൻ 5 വിത്ത് റെസ്പെക്ട് ടു 0 to 2 pi. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 3 ക്യൂബ് ഇൻറ്റു 4 സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 pi. ദാറ്റ് ഈസ് ഈക്വൽ ടു 432 pi. 27 ഇൻറ്റു 8 ഇൻറ്റു 2 pi. ദാറ്റ് ഈസ് ഈക്വൽ ടു 432 pi. സോ നമുക്കറിയാം എന്താണ് ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് എ ഡോട്ട് ds പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? ഫ്ലക്സ് അറ്റ് ദ ടോപ്പ് പ്ലസ് ഫ്ലക്സ് അറ്റ് ദ ബോട്ടം പ്ലസ് curved surface. So flux at the top is equal to നമുക്ക് കിട്ടിയത് 18 by and flux at the bottom കിട്ടിയത് minus 18 by and side surface is 432 pi. So that is equal to 432 pi. So നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എ ഡോട്ട് ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ്? 432 pi ആണ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ്? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു എന്താണ്? വോളിയം ഇൻ്റഗ്രൽ del dot a dv. So volume integral del dot a dv ആണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. So volume integral del dot a dv. So before that we are going to calculate
del dot A. Del dot A means divergence of a vector. So divergence of a vector in rectangular coordinate system expression അറിഞ്ഞിരിക്കണം. So the expression for the divergence of a vector in cylindrical coordinate system is 1 by rho dou by dou rho rho a rho plus 1 by rho dou by dou phi a phi plus dou by dou z a z. സോ ഇതാണ് നമ്മുടെ ഒരു ഡൈവേർജൻസിന്റെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ എക്സ്പ്രഷൻ. സോ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? എറോയും എഫ് ഐയും എ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. എറോ എഫ് ഐ ആൻഡ് എ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡോ ബൈ ഡോ സെഡ് ഓഫ് എഫ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ എറോ ഈസ് ഈക്വൽ ടു എന്താണ്? 1 by rho റോ ഇൻറ്റു എറോ ഈസ് റോ സ്ക്വയർ സെഡ്. സോ 1 by rho ഡോ ബൈ ഡോ ഫൈ ഓഫ് എഫ് ഐ ഈസ് 3 റോ സെഡ് സൈൻ ഫൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ. സോ നമ്മളതിനെ 1 by rho ഡോ ബൈ ഡോ റോ ഓഫ് റോ ക്യൂബ് സെഡ് പ്ലസ് 1 by rho ഡോ ബൈ ഡോ ഫൈ ഓഫ് 3 റോ സെഡ് സൈൻ ഫൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ എന്ന് പറയുമ്പോൾ എന്താണ്? ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഈസ് 0. ദാറ്റ് ഈസ് 1 by rho ഇൻറ്റു റോ ക്യൂബിൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ്? 3 റോ സ്ക്വയർ. റോ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 3 റോ സ്ക്വയർ ഇസെഡ്. 3 റോ സ്ക്വയർ ഇസെഡ് പ്ലസ് 1 by rho ഡോ ബൈ ഡോ ഫൈ 3 റോ സെഡ് കോൺസ്റ്റന്റ് ആണ്. സൈൻ ഫൈയുടെ ഇന്റഗ്രൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് ഫൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 3 റോ സ്ക്വയർ സെഡ് പ്ലസ് 3 സെഡ് കോസ് ഫൈ. സോ ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു 3 റോ സ്ക്വയർ സെഡ് പ്ലസ് 3 സെഡ് കോസ് ഫൈ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് അതിന് വോളിയം ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. സോ വോളിയം ഇന്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എ ഡി വി. സോ വോളിയം ഇന്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എ നമുക്ക് കിട്ടിയത് 3 റോ സ്ക്വയർ സെഡ് പ്ലസ് 3 സെഡ് കോസ് ഫൈ ഇൻറ്റു ഏത് വരും? റോ ഫൈ ഇസെഡ്. റോ ഫൈ ആൻഡ് ഇസെഡ്. സോ നമ്മൾ ഡി റോ ഡി ഫൈ ഡി ഇസെഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? റോയുടെ ടൈം വരുന്നത് റോ ക്യൂ ബൈ 3 ഇൻറ്റു 3 പുറത്തെടുക്കുന്നു. റോ ക്യൂ ബൈ 3 ഇസെഡിന്റെ ഡെറിവേറ്റീവ് സെഡ് സ്ക്വയർ ബൈ 2 ആൻഡ് ഫൈയുടെ ഡെറിവേറ്റീവ് 0 to 2 pi വിത്ത് റെസ്പെക്ട് ടു 2 pi. സോ പ്ലസ് സെക്കൻഡ് ടേമിനകത്ത് 3 ഇൻറ്റു ഇസെഡ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഇസെഡിന്റെ ഇന്റഗ്രൽ ഈസ് സെഡ് സ്ക്വയർ ബൈ 2 ആൻഡ് കോസ് ഫൈയുടെ ഇന്റഗ്രൽ ഈസ് മൈനസ് സൈൻ ഫൈ. ഇസെഡ് ഈസ് വേരീസ് ഫ്രം 0 to 4 ആൻഡ് സൈൻ ഫൈ ഈസ് വേരീസ് ഫ്രം 0 to 2 pi. സോ രണ്ടിന്റെയും ഇന്റഗ്രൽ സെപ്പറേറ്റ് എടുക്കുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റോ ഈസ് ഫ്രം 0 to 3, ഇസെഡ് ഈസ് ഫ്രം 0 to 4 ആൻഡ് ഫൈ ഈസ് ഫ്രം 0 to 2 pi. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 3 ഇൻറ്റു 3 ക്യൂബ് ബൈ 3 ഇൻറ്റു 4 സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 pi. That is 27 into 8 into 2 pi. That is equal to 432 pi. So that is നമുക്ക് എന്ത് കിട്ടി? ഡബിൾ ഇന്റഗ്രൽ എ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് എ ഡി വി. സോ രണ്ട് വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 432 പൈ എന്ന് തന്നെ കിട്ടി. സോ ഡബിൾ ഇന്റഗ്രൽ എ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എ ഡി വി ആണ് എന്ത്? നമ്മുടെ ഡൈവേർജൻസ് തിയറം പറയുന്നത്. ഡൈവേർജൻസ് തിയറം. സോ ഹെൻസ് ഡൈവേർജൻസ് തിയറം is verified. So this is a solution for 12A question. And the next one is a point P in the space is given by 247. 247 ആണ് തന്നിരിക്കുന്നത്. അതായത് എക്സ് വൈ ഇസഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ് തന്നിട്ടുണ്ട്. എക്സ് ഈസ് 2 ആൻഡ് വൈ ഈസ് 4 ആൻഡ് ഇസഡ് ഈസ് ഇക്വൽ ടു 7. The 3 points are given 247 in Cartesian coordinate system. Rectangular coordinate system-നകത്ത് 3 പോയിന്റ് തന്നിട്ടുണ്ട്. Then what is the coordinate of P in cylindrical coordinate system? സോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഏതാണ്? എക്സ് വൈ സെഡ് നമുക്ക് തന്നിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള റോ ഫൈ സെഡ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്കറിയാം എന്താണ്? പി എറ്റ് റോ ഫൈ സെഡ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ റോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. റൂട്ട് ഓഫ് 4 plus 16 ഈസ് ഈക്വൽ ടു റൂട്ട് 20 ഈസ് ഈക്വൽ ടു 4.47. ദെൻ ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 4 by 2, tan inverse of 2, that is equal to 63.43 degree and z is equal to 7. ഇതാണ് നമ്മുടെ 3 പോയിന്റ്സ്. റോ ഫൈ ആൻഡ് ഇസഡ് 3 പോയിന്റ്സ് ആണിത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ വെരിഫൈഡ് സ്റ്റോക്സ് തിയറം. സോ ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനകത്ത് ആദ്യം വന്നത് വെരിഫൈ എന്താണ്? ഡൈവേർജൻസ് തിയറം. വെരിഫൈ ഡൈവേർജൻസ് തിയറം ഒരു കോർഡിനേറ്റ് കൺവേർഷനും. അതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണ്? ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ കറസ്പോണ്ടിങ് പോയിന്റ് rectangular to cylindrical. Next one is verify Stokes theorem. So verify Stokes theorem appo endayirikkum? Line integral a dot dl. Line integral a dot dl is equal to surface integral. Surface integral endana? Del cross a into ds. ഇതാണ് ഏത്?
സ്റ്റോക്സ് തിയറം. സോ ലൈൻ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ആണ് നമ്മുടെ സ്റ്റോക്സ് തിയറം. സോ ലൈൻ ഇന്റഗ്രൽ ഓഫ് എ വെക്ടർ എ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഓഫ് എ കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ്. സോ ഇവിടെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അപ്പം ലൈൻ ഇന്റഗ്രൽ എ ഡോട്ട് ഡി എല്ലും സർഫസ് ഇന്റഗ്രൽ ഡെൽ ക്രോസ് എയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതിന്റെ LHS ഇസ് ഈക്വൽ ടു RHS പ്രൂവ് ചെയ്താൽ എന്താണ്? സ്റ്റോക്സ് തിയറം നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എഫ് ഗിവൺ ആണ്. എഫ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എ എക്സ് മൈനസ് വൈ എ വൈ. സോ എഫ് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് വാല്യൂ ഓഫ് എഫ് ഹിയർ? എക്സ് സ്ക്വയർ ബൈ എ എക്സ് മൈനസ് വൈ എ വൈ. എക്സ് സ്ക്വയർ ബൈ എ എക്സ് മൈനസ് വൈ എ വൈ. അത് കോർഡിനേറ്റ്സ് 0 0 2 0 0 2 1 0 and 0 1 0. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട് റെക്ടാങ്കിളിന്റെ 0 0 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒറിജിനിലെ പോയിന്റ് 0 0 0. 2 0 0 എക്സ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 2, ബാക്കിയെല്ലാം 0 0. Then 2 1 0 എക്സ് ആക്സിസ് 2, വൈ ആക്സിസ് 1 and z ആക്സിസ് is 0. 2 1 0 and 0 1 0 എക്സ് ആക്സിസ് is 0, വൈ ആക്സിസ് ഡിസ്റ്റൻസ് is 1 and z ആക്സിസ് is 0. സോ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? ഒരു റെക്ടാങ്കിൾ വരച്ച് ആ 4 പോയിന്റ്സ് റെക്ടാങ്കിൾസ് 4 കോർണറിൽ മാർക്ക് ചെയ്തു. സോ നമ്മൾ നെക്സ്റ്റ് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ലൈൻ ഇന്റഗ്രൽ എ ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യുക. ലൈൻ ഇന്റഗ്രൽ എ ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പം along the path OP നോക്കിക്കേ, y is equal to 0 and x is equal to 2. ഇവിടെ വേരി ചെയ്യുന്നത് x and dx ആണ്, y is equal to 0. സോ ഈ പാത്ത് നോക്കിക്കേ, PQ എന്നുള്ള പാത്തിൽ x is equal to 2 ആണ് and y is equal to varying, y is equal to 0 to 1, y is equal to 0 to 1. Then QR എന്ന് പറയുമ്പം x is equal to y is equal to 1 and x is varies from 2 to 0. x is from 2 to 0. സോ ഈ ഡയറക്ഷനിൽ 2 to 0. സോ ഈ ഡയറക്ഷനിൽ എന്താണ്? y is varying and x is equal to 0. y is equal to 1 to 0. ഓക്കെ, ആൻഡ് x is equal to 0. സോ നമ്മൾ ഈ 4 പാത്തില് OP, PQ, QR ആൻഡ് RO, അതായത് നമ്മൾ ലൈൻ ഇന്റഗ്രൽ along a dot dl is equal to, സോ ലൈൻ ഇന്റഗ്രൽ along a dot dl. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ലൈൻ ഇന്റഗ്രൽ along a dot dl is equal to ഇന്റഗ്രൽ ഫസ്റ്റ് ഏതാണ്? ലൈൻ ഇന്റഗ്രൽ 0 to p, നമ്മുടെ OP എന്നുള്ള പാത്തില് എ ഡോട്ട് ഡി എൽ പ്ലസ്, ദെൻ നെക്സ്റ്റ് ഏതാണ്? PQ എ ഡോട്ട് ഡി എൽ പ്ലസ്, നെക്സ്റ്റ് വൺ ഈസ് QR, ഇന്റഗ്രൽ QR എ ഡോട്ട് ഡി എൽ പ്ലസ്, ദ ലാസ്റ്റ് വൺ ഈസ് RO എ ഡോട്ട് ഡി എൽ. ഇതാണ് നമ്മുടെ ലൈൻ ഇന്റഗ്രൽ കാൽക്കുലേറ്റ്. സോ ലൈൻ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് OP, PQ, QR ആൻഡ് RO. ഇതിനകത്ത് എ ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മുടെ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ ബൈ എ എക്സ് മൈനസ് വൈ എ വൈ. എക്സ് സ്ക്വയർ ബൈ എ എക്സ് റെക്ടാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റം വെക്ടർ റെപ്രസെന്റ് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു എ വൈ. സോ ഇവിടെ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ, എക്സിന്റെ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ആൻഡ് എഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് വൈ. സോ എക്സ് വൈ തന്നിട്ടുണ്ട്. ദെൻ എന്താണ്? ഡി ആർ ഇസ് ഈക്വൽ ടു ഡി എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡി വൈ ഇൻറ്റു ജെ. സോ differential vector dr is equal to dx along I direction plus dy into j. So f dot dr is equal to, calculate f dot dr. So I is I or ax, dx ax plus ഇവിടെ vectors are calculated by ax and ay. dx ax plus dy ay, dx ax plus dy ay. So f dot dr is equal to x square by ax into dx ax. Ax dot ax is equal to 1, then dx square by dx minus y ay into dy into ay. So ay dot ay is 1 minus y dy. So f dot dr is equal to നമുക്ക് എന്ത് കിട്ടി? x square by dx minus y dy. സോ നമ്മൾ ഓരോ പാത്തിലെ ലൈൻ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാ. സോ along the path OP ല് പറഞ്ഞു y0 dy0 and x varies from 0 to 2. So integral along OP f dot dr is equal to integral 0 to 2 x square y minus y ay. So 0 to 2 x square y minus y ay. So x square y integrate ചെയ്യുമ്പോൾ എന്താണ്? integral 0 to 2 x square y minus y ay. So ഇത് integrate ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? So ഇതിന്റെ ആൻസർ is 0. So next one is along the path. ഇവിടെ നോക്കിക്കേ, y is equal to 0 and dy is equal to 0. So y 0 substitute കൊടുക്കുക, ഇവിടെ y 0 എടുക്കുക. So integrate from 0 to 2 x square y minus y ay is equal to 0. So second one is along the path PQ. So along the path PQ left dot dr is equal to x is equal to 2 and dx is equal to 0 and y varies from 0 to 1. So that is integral 0 to 1. So f dot dr is what? X square y dx minus y dy. So x square y into dx. X square is 2 and y is from 0 to 2. So substitute ചെയ്ത് കൊടുക്കുക.
then the differentiation of y is equal to minus y square by 2 and the limit is 0 to 1. So the answer is minus 1 by 2. So integral along the path PQ f dot dr is equal to minus 1 by 2. Okay. So ഇവിടെ dx 0 ആണ്. So നമ്മൾ സെക്കൻഡ് ടൈം മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. So next one is along the path QR. So along the path QR നാഥേതാണ് y is equal to 1 and dy is equal to 0. X is varies from 2 to 0. So integral from 2 to 0 x square y dx. So y is equal to 1. So x square dx. Integral 2 to 0 x square dx. Integral of x square is x cube by 3. Substitute the upper limit and lower limit 2 to 0. So 0 minus 0 cube by 3 minus 2 cube by 3. So the answer is minus 8 by 3. 2 minus 2 cube divided by 3 is minus 8 by 3. And the last is along the path RO. Along the path RO, x is equal to 0, dx is equal to 0. So in the so integral of y varies from 1 to 0. Y varies from 1 to 0. So integral along the path RO f dot dr is equal to integral 1 to 0 minus y dy. So minus y dy is minus y square by 2 integrate from 1 to 0. So that is minus 1 by 2. That is minus of 0 square by 2 minus 1 square by 2. That is plus 1 by 2. So the left hand side along the contour f dot dr is equal to integral along OP f dot dl plus PQ f dot dl plus and QR f dot dl plus and RO f dot dl, that is equal to 0 minus 1 by 2 minus 8 by 3 plus 1 by 2. So the answer is minus 8 by 3. So integral along the curve f dot dr is equal to നമുക്ക് എന്ത് കിട്ടി minus 8 by 3. So നമുക്ക് LHS ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. So LHS is equal to integral over the contour f dot dr is equal to minus 8 by 3. Then right hand side എന്താണ് surface integral of del cross A. So നമ്മൾ ആദ്യം എന്ത് ചെയ്യണം the surface integral of del cross f dot n calculate. So നമുക്കറിയാം diverge curl of a ഏതാണ് curl of a rectangular coordinate system. Rectangular coordinate system curl expression എന്ന് പറയുന്നത് I j k dou by dou x dou by dou y dou by dou z, then ax ay and az. So ax is equal to x square y and ay is equal to minus y and az is equal to 0. So എന്ത് നമ്മൾ ഇതിന്റെ rectangle കാൽക്കുലേറ്റ് ചെയ്യുക. So എന്ത് കിട്ടും I into എന്ത് വരും dou by dou y of 0 minus dou by dou z of y. Dou by dou z of y is 0. The first term is 0 and second one minus j into dou by dou x of 0 minus dou by dou z of x square y. Dou by dou z of x square y അവിടെ y ടൈം മാത്രമേ ഉള്ളൂ, അത് 0 വന്നു. പ്ലസ് k into എന്ത് വന്നു dou by dou x of y 0 minus dou by dou y into x square y. So അതാണ് നമ്മുടെ ഇതിന്റെ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുക. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ I into dou by dou y of 0 minus dou by dou z of minus y minus j into dou by dou x of 0 minus dou by dou z of x square y plus k into dou by dou x of minus y minus dou by dou y of x square y. Okay. So ഇതിനകത്ത് ഈ ടൈം 0 ആണ്, ഈ ടൈം 0 ആണ്, dou by dou z ഇവിടെ 0, ഈ ടൈമിനകത്ത് x square y ആയതുകൊണ്ട് ഇത് 0. So ഈ ടൈം എന്താണ് ഇതും 0. So നമുക്ക് ഏതാണ് k into minus dou by dou y of x square y. So minus dou by dou y of x square y. X square is constant, y യുടെ derivative is 1. So the answer is minus x square into k എന്ന് കിട്ടുന്നു. So minus x square into k. Okay. So that k dot k നമ്മുടെ ആ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് k ആണ്. So k dot k is equal to 1. യൂണിറ്റ് വെക്ടർ del cross f is equal to a minus x square into k dot n ds. N is k dot, that is equal to എന്താണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ സർഫസ് ഏത് കിട്ടിയ നമുക്ക് മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, മൈനസ് എക്സ് സ്ക്വയർ ഏതൊക്കെ വരും, കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് ഡി എക്സ് ഡി വൈ, മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ. സോ നമ്മൾ എന്ത് ചെയ്യും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡബിൾ ഇന്റഗ്രൽ minus x square dx dy minus x square dx dy. So minus x square dx dy integrate ചെയ്തേ minus x square is x cube by 3. x cube by 3 integrate ചെയ്യുമ്പോൾ minus 8 by 3. So നമുക്ക് എന്ത് കിട്ടി LHS is equal to RHS. അതായത് surface over the line integral f dot dr is equal to surface integral del cross
എഫ്. സോ ഇങ്ങനെ വന്നാൽ എന്താണ്, രണ്ട് LHS is equal to RHS. ഹെൻസ് എന്ത് കിട്ടി നമുക്ക്, സ്റ്റോക്സ് തിയറം വെരിഫൈഡ്. സ്റ്റോക്സ് തിയറം വെരിഫൈഡ്. ഓക്കെ, സ്റ്റോക്സ് തിയറം വെരിഫൈഡ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 2 സെക്ഷനിൽ കാണാം.